കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനം ഉണ്ടെങ്കിൽ അത് ചേലക്കരയിൽ ഉണ്ടാകേണ്ടതാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റ് നിങ്ങൾ പിടിച്ചെടുത്തിരുന്നുവെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളെ ജനങ്ങൾ വെറുക്കുന്നു, ഇതാണ് തെളിവ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമായിരുന്നു. ആ അവസരം പക്ഷേ UDFനെ സംബന്ധിച്ച് നഷ്ടമായില്ലേ? ഞങ്ങളുടെ ഭരണം ഇൻടാക്റ്റ് ആണ്, സർക്കാരിനെതിരെ ജനവികാരമില്ല, ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയി ഒരു 3ാം ടേമിന് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങാൻ പോവുകയാണെന്ന് ഇടതു മുന്നണിക്ക് പറയാൻ കഴിയുന്ന വിധത്തിലല്ലേ നമ്മൾ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ആകെ എടുത്താൽ അതിന്റെ ഔട്ട്കം? അഭിലാഷ് പറഞ്ഞതുപോലെ ചേലക്കരയിൽ വിജയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒരു അവകാശവാദത്തിനുള്ള കൃത്യമായിട്ടുള്ള യുക്തി ഇവിടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ചേലക്കരയിൽ UDF വിജയിച്ചില്ല. എന്നാൽ നിങ്ങൾ ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ 2021 അപേക്ഷിച്ച് അവിടെ ഒരുപാട് നില മെച്ചപ്പെടുത്തി. CPMന്റെ LDFന്റെ ഭൂരിപക്ഷം 39,400 ആയിരുന്നത് 12,000 ചുരുങ്ങുന്നു. ഞങ്ങൾ അവിടെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വേഗതയും മുന്നേറ്റവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള രാഷ്ട്രീയം വരുന്ന ആളുകളെ ഞങ്ങൾ ചേലക്കരയിൽ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഭാവിയിൽ വഴിവെക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശയും ആത്മവിശ്വാസവും. എന്നാൽ നിങ്ങൾ പാലക്കാടിൻ്റെ വിജയം അത് നിങ്ങൾ ചെറിയ അർത്ഥത്തിൽ കാണേണ്ട ഒന്നല്ല. കാരണം മാധ്യമങ്ങളൊന്നും അത്തരത്തിലല്ല പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. BJP എന്ന പാർട്ടിയും ND എന്ന മുന്നണിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരിടത്ത് ജയിച്ചു, 2ഇടത്ത് 2ാം സ്ഥാനത്ത് വരുന്നു. കേരളത്തിലെ 1.5 ഡസനോളം മണ്ഡലത്തിൽ 1ാമതോ 2ാമതോ ഒക്കെ ആയിട്ട് അവർ വരുന്നൊരു സാഹചര്യം വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ ചേരി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ അഭിസംബോധന ചെയ്യുന്നൊരു രാഷ്ട്രീയത്തിൽ CPM പെരുമാറിയ രീതി ഈ അഭിസംബോധനക്ക് ആനുപാതികമായിട്ടാണോ എന്നുള്ളതിൽ വലിയ സംശയങ്ങൾ കേരളത്തിലെ മതേതര വിശ്വാസികൾക്കിടയിൽ വരുത്തിയിട്ടുണ്ട്. അവിടെ BJPയും CPMും ഒരുപോലെ എതിർത്തത് UDFന്റെ സ്ഥാനാർത്ഥിയെയാണ്. BJPയും CPMും തമ്മിൽ ഒരു തരത്തിലുള്ള പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളും പാലക്കാട് ഉണ്ടായിട്ടില്ല. അവർ ഒരേ ദിശയിൽ വ്യത്യസ്ത വഴികളിലൂടെ തുഴഞ്ഞുവെങ്കിലും പാലക്കാട്ട് ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ UDFനെ വരിക്കുകയും വലിയ വിജയത്തോടു കൂടി ഇവർക്ക് മറുപടി നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ 2 തരത്തിലുള്ള വർഗീയതയെ പ്രയോഗിക്കാൻ അവിടെ ഇരു പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ LDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അവരുടെ കൃത്യമായ തിരഞ്ഞെടുത്ത 2 പത്രങ്ങളിലെ പരസ്യവും അതിലെ വാചകങ്ങളുമൊക്കെ എത്രമാത്രം ഇൻഫ്ലമേറ്ററി ആയിരുന്നു, എത്രമാത്രം ധ്രുവീകരണത്തിനുള്ള പഴുത് മുൻനിർത്തി അവർ ചെയ്തതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരായിട്ടുണ്ടോ? രണ്ടാമതായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 6,000-ഓളം വരുന്ന ക്രിസ്ത്യൻ വോട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് വർഗീയ വിഷത്തിൻ്റെ കാളകൂടം അവിടെ കോരിയൊഴിക്കുകയുണ്ടായി. പക്ഷേ അവിടുത്തെ ക്രിസ്തീയ വോട്ടർമാരും കൃത്യമായിട്ട് അവരിൽ നിന്ന് ദൂരം പാലിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പാകത പ്രകടിപ്പിച്ചു. ഇത്തരത്തിൽ വർഗീയതയെ ചെറുക്കാനുള്ള നീതിബോധവും മതേതര ബോധവുമുള്ള ആളുകളുടെ ഒരു നിര അത് കൃത്യമായിട്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ ശുഭോദർക്കമായ വർഗീയമായ വോട്ട് സമാഹരിച്ചെന്ന ആരോപണം നിങ്ങൾ LDFനും BJPക്കും നേരെ വെക്കുമ്പോൾ SDP ഇന്നത്തെ മാർച്ചിനെ പറ്റി പോയ മണിക്കൂറിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ ഒരു വലിയ ബഹളം ഉണ്ടാവുകയാണ് ചെയ്തതിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ചോദ്യം ശ്രീ നൗഷാദിലോട് തന്നെ സൂപ്പർ പ്രൈം ചാനൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വേണ്ട എന്ന്. പക്ഷേ ഇന്ന് SDP നിങ്ങളുടെ വിജയത്തിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മാധു, നേമത്ത് ശിവൻകുട്ടി വിജയിച്ചപ്പോഴും SDP ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ട് ശിവൻകുട്ടിക്ക് വേണ്ടി അവർ വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ഞങ്ങളോടൊക്കെ ഈ ചോദ്യം നിശിതമായും കണിശമായും ചോദിച്ചതാണ്. അതിനൊക്കെ വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയറായ മറുപടി ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നെ SDP പ്രകടനം നടത്തുന്നെങ്കിൽ അത് അവരുടെ കാര്യമെന്നല്ലാതെ ഞങ്ങൾ അവരെ കൂട്ടി പ്രകടനം നടത്തുകയോ ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങൾക്കൊരു പാരസ്പര്യം അവരുമായിട്ട് വച്ചു പുലർത്തുന്നത് നിങ്ങൾക്ക് ദൃശ്യഗോചരമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ അവർ പ്രകടനം നടത്തുന്നു, അവർ ചിലപ്പോൾ നാളെ കല്ലേറ് നടത്തും, അവർ ഏറ്റുമുട്ടൽ നടത്തും, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വവും അതിൻ്റെയൊക്കെ പിതൃത്വവും
ഒക്കെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അവരുടെ വോട്ടും അവരുടെ പിന്തുണയും സംബന്ധിച്ച നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിവാദമാക്കിയപ്പോൾ പിന്തുണ വേണ്ട എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അങ്ങനെ ഇത് ഏത് സമയവും ഇത് നിങ്ങളിങ്ങനെ കത്തിമുനയിൽ ഞങ്ങളെ നിർത്തുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് ഞങ്ങളുടെ പാതിവൃത്യമൊക്കെ തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്. ഞങ്ങൾ വളരെ കൃത്യമായ സമീപനങ്ങളും നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. SDP-യുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എന്താ ഞങ്ങൾക്ക് ബോധവാന്മാരല്ലാത്ത ആളുകളാണോ? അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രണേതാക്കളും ഉപഭോക്താക്കളുമായ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് അറിയാത്തതാണോ? ഞങ്ങൾ ഇത്തരത്തിലുള്ള കെടുതികൾക്ക് അതീതമായൊരു രാഷ്ട്രീയം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. മെറിറ്റോറിയസ് ആയ രാഷ്ട്രീയം ഉണ്ടാകണം. എല്ലാ അത് ഞങ്ങളുടെ രാഷ്ട്രീയ ആദർശമാണ് എന്ന് കോൺഗ്രസ് വാദിക്കും, സ്വാഭാവികം.